E-Master Digital Education App കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. അതീവ നിപ്പ ജാഗ്രതയിൽ കേരളം. കോഴിക്കോട് ചാത്തമംഗലത്ത് മരിച്ച നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടിക വിപുലം. 251 പേരുടെ പട്ടികയിൽ 54 പേർ ഹൈറിസ്കിൽ, 11 പേർക്ക് രോഗലക്ഷണം. എല്ലാവരുടെയും നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി. 38 പേർ ആശുപത്രി ഐസൊലേഷനിൽ തുടരുന്നു. 8 പേരുടെ പരിശോധനാ ഫലം ഇന്ന് രാത്രി ലഭിക്കും. കർശന ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് ബിരുദതല പ്രാഥമിക പരീക്ഷകൾ അടുത്ത മാസത്തേക്ക് മാറ്റി PSC. നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീടും പരിസരവും പരിശോധിച്ച വനം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു. കോഴിക്കോട്ടെ നിപ്പ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലും ജാഗ്രത വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിലെ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തി ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി തമിഴ്നാട്. കോൺഗ്രസിൽ വെടിനിർത്തൽ തർക്കങ്ങൾ അവസാനിച്ചെന്ന് കെ സുധാകരൻ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി കെ സുധാകരനും VD സതീശനും ചർച്ച നടത്തി. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് വിശദീകരണം തേടി. UDF-ൽ ഘടനാപരമായ മാറ്റം കൊണ്ടുവരുമെന്ന് VD സതീശൻ. സർക്കാരിനെതിരെ UDF പ്രത്യക്ഷ സമരത്തിലേക്ക്. AR നഗർ സഹകരണ ബാങ്കിൽ 1021 കോടിയുടെ തട്ടിപ്പെന്ന് മുൻമന്ത്രി KT ജലീൽ. തട്ടിപ്പിന്റെ സൂത്രധാരൻ PK കുഞ്ഞാലിക്കുട്ടിയെന്നും ആരോപണം. ഒത്താശ ചെയ്തത് ബാങ്ക് സെക്രട്ടറി VK ഹരികുമാർ എന്നും കസ്റ്റമർ ID-കളിലും ക്രമക്കേടെന്നും KT ജലീൽ. തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി RBIക്ക് പരാതി നൽകും. നാളെ ED-ക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖ്. കൃത്യമായ ആസൂത്രണത്തോടെയും രേഖകളോടെയും പോകാനാണ് PK കുഞ്ഞാലിക്കുട്ടി ED-യോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ്. കുഞ്ഞാലിക്കുട്ടി ഹാജരായി കൃത്യമായ വിശദീകരണം നൽകും. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും VD സതീശൻ. ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ നടപടി വേണമെന്നും സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. കേരള പോലീസിനെതിരായ CPI നേതാവ് ആനി രാജയുടെ വിമർശനങ്ങളെ പിന്തുണച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജ. കേരളത്തിലായാലും UP-യിലായാലും പോലീസിലെ വീഴ്ചകൾ വിമർശിക്കപ്പെടുമെന്ന് D രാജ. ഇരകൾക്കെതിരാണ് പോലീസ് എന്ന തോന്നൽ ഉണ്ടാക്കരുതെന്നും CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്ത് 19,688 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 135 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.71%. 28,561 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.5 ലക്ഷത്തിന് താഴെയായി. ജനസംഖ്യയുടെ 75%-ലധികം പേർക്ക് 1 ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ്. കോവിഷീൽഡിന്റെ 2ാം ഡോസ് വാക്സിൻ എടുക്കുന്നതിനുള്ള ഇടവേളയിൽ ഇളവ് അനുവദിച്ച ഹൈക്കോടതി. താത്പര്യമുള്ളവർക്ക് ആദ്യ ഡോസ് സ്വീകരിച്ച് 28 ദിവസത്തിനു ശേഷം 2ാം ഡോസ് സ്വീകരിക്കാം. കോവിൻ പോർട്ടലിൽ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിക്കും. മാർഗനിർദ്ദേശവും ഉത്തരവും പുറത്തിറക്കി സർക്കാർ. നടപടി കോവിഡ് മുക്തരായവരിൽ അനുബന്ധ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനാൽ. കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ കർണാലിൽ കടുത്ത നിയന്ത്രണങ്ങൾ. നാളെ രാത്രി 12 മണിവരെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. ജില്ലാ മാജിസ്ട്രേറ്റ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ക്രമസമാധാനം മുൻനിർത്തിയാണ് നടപടികളെന്ന് ഹരിയാന സർക്കാർ. പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ കർഷകരും സമരത്തിനെത്തും. പടിക്കൻകുടി സിന്ധു കൊലപാതകത്തിൽ അറസ്റ്റിലായ ബിനോയ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. സിന്ധുവിനോട് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന് കാരണം. സംഭവ ദിവസം വഴക്കുണ്ടായെന്നും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ബിനോയുടെ മൊഴി. ബിനോയെ നാളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ഒളിവിലായിരുന്ന ബിനോയെ പിടികൂടിയത് പെരിഞ്ചാംകുട്ടിയിൽ നിന്ന്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. SP ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും കേസ് അന്വേഷിക്കുക. കോവിഡ് മരണങ്ങൾക്ക് ഡെൽറ്റ വകഭേദം എത്രത്തോളം കാരണമായെന്ന് കണ്ടെത്താൻ രാജ്യാന്തര ദൌത്യസേന രൂപീകരിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഇപ്പോൾ രാജ്യത്തെ കോവിഡ് നിയന്ത്രണത്തിനുള്ള നടപടികൾക്കാണ് ശ്രദ്ധ നൽകുന്നതെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. ഹർജിക്കാരന് സർക്കാരിനെ സമീപിക്കാവുന്നതാണെന്നും കോടതി. പൻഷീർ പിടിച്ചെടുത്തെന്ന് താലിബാൻ. പാകിസ്ഥാൻ പിന്തുണയോടെ മേഖലയിൽ ഡ്രോൺ ആക്രമണം. വടക്കൻ സഖ്യ നേതാക്കൾ തജിക്കിസ്ഥാനിലേക്ക് കടന്നതായി സൂചന. താലിബാൻ നേതൃത്വത്തിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമെന്ന് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ രൂപീകരണം വൈകുന്നു. അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യുന്നതിനായുള്ള കേന്ദ്ര ഉന്നതതല യോഗം തുടങ്ങി. ദേശീയ സുരക്ഷാ സമിതി യോഗം ചേരുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പങ്കെടുക്കുന്നു. നീറ്റ് UG പരീക്ഷ മാറ്റിവെക്കില്ല. ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നതിനാൽ നീറ്റ് മാറ്റണമെന്ന CBSE വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ചില്ല. കുറച്ച് വിദ്യാർത്ഥികളുടെ സൗകര്യം നോക്കി പരീക്ഷ മാറ്റിവെക്കാനാകില്ല. വിദ്യാർത്ഥികൾക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിവേദനം നൽകാമെന്നും കോടതി.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ലീന മരിയ പോൾ 15 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. കേസ് കെട്ടിച്ചമച്ചതെന്ന് നടി. കേസിൽ 4 പേർ കൂടി പിടിയിൽ. അന്വേഷണം നടത്തുന്നത് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. തൃക്കാക്കര നഗരസഭയ്ക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. നഗരസഭയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതിൽ സർക്കാരിനോട് വിശദീകരണം തേടി. നടപടി നഗരസഭ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ വെള്ളിയാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനടുത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പറവൂർ മാഞ്ഞാലിയിൽ നായ്ക്കളോട് കൊടും ക്രൂരത. 1 മാസം മാത്രം പ്രായമുള്ള 7 നായ്ക്കളെ തീയിട്ട് കൊന്നു. തള്ളപ്പട്ടിക്കും ഒരു കുഞ്ഞിനും ഗുരുതര പരുക്ക്. സംഭവത്തിന് പിന്നിൽ പരിസരവാസികളായ 2 സ്ത്രീകളെന്ന് പരാതി. ദൃശ്യങ്ങൾ 24. കൊച്ചിയിൽ 18 തോക്കുകൾ പിടികൂടി. ATMൽ പണം നിറയ്ക്കുന്നതിന് സുരക്ഷ നൽകുന്ന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിൽ നിന്നാണ് തോക്കുകൾ പിടികൂടിയത്. തോക്കിന് ലൈസൻസ് ഇല്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ്. മുൻപ് തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ തോക്കുകൾ പിടികൂടിയിരുന്നു. തിരുവല്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് CPIM മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് സ്വീകരണം നൽകാൻ നടത്തിയ പൊതുയോഗത്തിൽ സംസ്ഥാന നേതാക്കളടക്കം 100-ലേറെ പേർ പങ്കെടുത്തു. CPIMൽ ചേർന്നത് കുറ്റൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ച് വഴികെട്ടിയ സംഭവത്തിലെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സർക്കാരിനെതിരെ BMS പ്രക്ഷോഭത്തിന്. സമരം പെട്രോളിയം വില വർധന തടയുക, പെട്രോളിയം ഉത്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ സുരക്ഷ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധം സംഘടിപ്പിക്കും. ജില്ലകളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് ISRO വാഹനം തടഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് തുമ്പ പോലീസ്. നടപടി കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ അന്യായമായി സംഘം ചേരൽ, മാർഗതടസ്സം സൃഷ്ടിക്കൽ, ഔദ്യോഗിക വാഹനം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. INS വിക്രാന്ത് ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണി. സന്ദേശം ലഭിച്ചത് കൊച്ചി കപ്പൽശാലയിൽ. പോലീസിൽ പരാതി നൽകിയ അധികൃതർ. ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിൽ വഴി. കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. രാജ്യത്തെ ട്രൈബ്യൂണലുകളിൽ നിയമനം നടത്താത്തതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. കേന്ദ്രം കോടതിയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും ഉത്തരവുകൾ ബഹുമാനിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ്. ട്രൈബ്യൂണലുകളിൽ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തുന്നതിലും കോടതിക്ക് അതൃപ്തി. തൃശൂർ സെൻട്രൽ ജയിലിൽ രോഗികളായ അന്തേവാസികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ. മഴയിൽ നനഞ്ഞ രോഗികളുമായി പോകുന്ന ദൃശ്യങ്ങൾ 24-ന്. പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനുള്ള നടപടി തുടങ്ങിയെന്ന് വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിലെ ഹർജികളിൽ ഉത്തരവ് പറയുന്നത് ഈ മാസം 9-ലേക്ക് മാറ്റി. കോടതിയുടെ പരിഗണനയിലുള്ളത് പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വാദം കേൾക്കണമോ എന്നതും കേസിൽ കക്ഷി ചേർക്കണമെന്ന് രമേശ് ചെന്നിത്തലയുടെ ഹർജിയും. തിരുവനന്തപുരം CJM കോടതിയാണ് വിധി പറയുക. വിയൂർ അതിസുരക്ഷാ ജയിലിൽ തടവുകാരനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ അനുവദിക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് ബന്ധുക്കൾ. മർദ്ദനമേറ്റത് 23-കാരനായ അർഷാദിന്. ലഹരിമരുന്ന് കേസിൽ തടവിൽ കഴിയുകയായിരുന്നു. ഓഹരി സൂചികകൾ റെക്കോർഡ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 166.96 പോയിന്റ് ഉയർന്ന് 58,296-ലും നിഫ്റ്റി 54 പോയിന്റ് നേട്ടത്തിൽ 17,377-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സാമ്പത്തിക ഉത്തേജക പദ്ധതികളുമായി US മുന്നോട്ടു പോകുമെന്ന വിലയിരുത്തൽ വിപണിക്ക് നേട്ടമായി. കാട്ടാന ആക്രമണത്തെ തുടർന്ന് 7 വർഷത്തിനിടെ സംസ്ഥാനത്ത് നഷ്ടമായത് 124 ജീവനുകൾ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കണക്കുകൾ പുറത്തുവിട്ടു. 7 വർഷത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തെ തുടർന്ന് കേരളത്തിൽ മാത്രം മരിച്ചത് 124 പേർ. 2016-17 കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത്. ക്ഷീരസഹകരണ സംഘങ്ങൾക്ക് നികുതി ചുമത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മിൽമ. സെപ്റ്റംബർ 7-ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലുള്ള എല്ലാ MP-മാർക്കും നിവേദനം നൽകാനും തീരുമാനം. ദേശീയ വാർത്തകൾ. വീഡിയോ കോൺഫറൻസിംഗ് ഹിയറിംഗുകൾ ഭരണഘടനാവകാശമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതികൾക്ക് സുപ്രീംകോടതി നോട്ടീസ്. കേരള ഹൈക്കോടതി ഉൾപ്പെടെ 4 ഹൈക്കോടതികൾക്കാണ് നോട്ടീസ് അയച്ചത്. ജസ്റ്റിസ് L. നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. അസമിൽ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ പുനരാരംഭിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വാക്സിൻ നിർബന്ധം. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ പുനരാരംഭിച്ചത് 5 മാസത്തിനു ശേഷം. കർഷകരുടെ അവകാശ പോരാട്ടത്തിനൊപ്പം കോൺഗ്രസ് എന്നും നിലകൊള്ളുമെന്ന് രാഹുൽ ഗാന്ധി. അനീതിക്കെതിരായ സമരത്തിൽ ഭരണകൂടത്തെ ഭയക്കില്ല. രാജ്യവും രാജ്യത്തെ ജനങ്ങളുമാണ് പ്രധാനമെന്നും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്.
കോവിഡ് വാക്സിനേഷനിൽ ഹിമാചൽ പ്രദേശിന് അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സംസ്ഥാനം കൈവരിച്ചത് അഭിമാനകരമായ നേട്ടമെന്നും പ്രധാനമന്ത്രി. ഭീമ കോറേഗാവ് കേസിൽ തെലുങ്ക് കവി വരവര റാവുവിന്റെ ഇടക്കാല ജാമ്യം നീട്ടി ബോംബെ ഹൈക്കോടതി. കേസിൽ ഈ മാസം 24-ന് ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വരവര റാവുവിന് ജാമ്യം അനുവദിച്ചത് ഫെബ്രുവരിയിൽ. ഇടക്കാല ജാമ്യം നീട്ടുന്നതിനെ NIA എതിർത്തിരുന്നു. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട 6 പേരെ അറസ്റ്റ് ചെയ്ത് CBI. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്ന് വിശദീകരണം. അന്വേഷണം ആരംഭിച്ചതിനു ശേഷം CBI രജിസ്റ്റർ ചെയ്തത് 34 FIR. ഡൽഹിയിൽ തുടർച്ചയായ 5-ാം ദിവസവും കോവിഡ് മരണങ്ങളില്ല. പുതുതായി 32 പേർക്ക് മാത്രം രോഗബാധ. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 367 പേർ. ഉത്തരാഖണ്ഡിൽ കോവിഡ് കർഫ്യൂ നീട്ടി. ഈ മാസം 14 വരെ നിയന്ത്രണങ്ങൾ തുടരും. നടപടി സംസ്ഥാനത്ത് വീണ്ടും പ്രതിദിന കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ. ഉത്തർപ്രദേശിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നുവെന്ന് വിമർശനം. സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. മധ്യപ്രദേശിൽ പകർച്ചപ്പനി വ്യാപകം. ഛത്തർപൂർ ജില്ലയിൽ കുട്ടികൾക്കിടയിൽ ന്യൂമോണിയ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കർശന ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഹിമാചൽ പ്രദേശിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഷിംലയിലെ ജിയോറിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ആളപായമില്ല. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആഫ്രിക്കയിലെ കോങ്കോയിൽ തീവ്രവാദി ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. സഖ്യകക്ഷി ജനാധിപത്യ ശക്തികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനുമായുള്ള കൈമാറ്റ കരാറിലൂടെ ഓസ്ട്രേലിയയിലേക്ക് ഫൈസർ കോവിഡ് വാക്സിൻ എത്തി. ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കിയത് 5 ലക്ഷം ഡോസ് വാക്സിൻ. കരാറിൽ ഏർപ്പെട്ടത് 4.5 മില്യൺ ഡോസ് വാക്സിനായി. ജർമ്മൻ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താലിബാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം സഹായം പ്രതീക്ഷിക്കുന്നുവെന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ്. ബെലാറസ് സമര നേതാവിന് തടവ് ശിക്ഷ. മരിയ കാലസിംഗോവയ്ക്ക് ശിക്ഷ വിധിച്ചത് 11 വർഷം. കോടതി വിധി ബെലാറസിൽ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിനിടെ പാസ്പോർട്ട് കത്തിച്ച കേസിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച വിയറ്റ്നാം. തലസ്ഥാന നഗരമായ ഹനോയിൽ ലോക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. 1.5 ദശലക്ഷത്തോളം പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്താൻ പദ്ധതി. ഇസ്രയേലിലെ ഗിൽബോവ ജയിലിൽ നിന്ന് 6 പലസ്തീൻ തടവുകാർ രക്ഷപ്പെട്ടു. സിംഗിനടിയിൽ തുരങ്കം കുഴിച്ചാണ് രക്ഷപ്പെട്ടത്. സംഘത്തിനായുള്ള തെരച്ചിൽ തുടരുന്നു. അഫ്ഗാനിൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ ആരംഭിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ കേർട്ടനിട്ട് മറച്ചാണ് ക്ലാസ് മുറികൾ സജ്ജീകരിച്ചത്. കാബൂൾ ഇബ്നെ സിന യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് മുറികളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജർമ്മൻ അംബാസിഡറായി 2 ആഴ്ച മുൻപ് ചൈനയിൽ സ്ഥാനമേറ്റ ജാൻ ഹെക്കർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. വെനീസിൽ പരമ്പരാഗത ബോട്ട് മത്സരം റെഗറ്റയ്ക്ക് തുടക്കം. പരമ്പരാഗത ബോട്ടുകളിലും ഗോണ്ടോലാസിലുമുള്ള തുഴച്ചിലുകാർ പരമ്പരാഗത വേഷത്തിലെത്തി. റെഗാറ്റ കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. ജില്ലാ വാർത്തകൾ. NK സുദർശനദാസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ VS വിനീത് കുമാർ മകനാണ്. വനിതാദേവിയാണ് ഭാര്യ. PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം സീനിയർ സൂപ്രണ്ടായി പ്രവർത്തിച്ചു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. 174 തദ്ദേശ സ്ഥാപന ബോർഡുകളിൽ കർശന ലോക്ഡൌൺ. നിയന്ത്രണം ഏർപ്പെടുത്തിയത് WIPR 7-ന് മുകളിലുള്ള തദ്ദേശ സ്ഥാപന ബോർഡുകളിൽ. ഡോക്ടർ A നിസാറുദ്ദീൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പുതിയ സൂപ്രണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമന ഉത്തരവ് പുറത്തിറക്കി. നിലവിൽ കോവിഡ് സെൽ ചീഫായും സർജറി പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുകയാണ് ഡോക്ടർ നിസാറുദ്ദീൻ. വസ്ത്രവിൽപ്പനശാലയിൽ നിന്ന് പണവും വസ്ത്രങ്ങളും മോഷ്ടിച്ച സംഘത്തിൽപ്പെട്ട 2 പേരെ പോലീസ് പിടികൂടി. മുഹമ്മദ് ഷാഫി, അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം പള്ളിമുക്കിലെ DV വസ്ത്രവിൽപ്പനശാലയിൽ മോഷണം നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 1444 പേർക്ക് കോവിഡ്. 1836 പേർക്ക് രോഗമുക്തി. 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. പത്തനംതിട്ടയിൽ ഇന്ന് 670 പേർക്ക് കോവിഡ്. 665 പേർക്ക് സമ്പർക്ക രോഗബാധ. 1245 പേർക്ക് രോഗമുക്തി. TPR 16.7%.
ട്രാവൻകൂർ ഷുഗർ സ്പിരിറ്റ് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന കമ്പനി ജീവനക്കാരന് ജാമ്യം. താത്കാലിക ജീവനക്കാരനും മൂന്നാം പ്രതിയുമായ അരുൺകുമാറിനാണ് ജാമ്യം അനുവദിച്ചത്. 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നാണ് തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. പാഴ്സൽ ബുക്കിംഗിലൂടെ മാത്രം 4 കോടിയോളം രൂപയുടെ വരുമാനമുണ്ടാക്കി പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസ്. ജീവനക്കാരെ അനുമോദിച്ച് പാലാ രൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ. ചടങ്ങ് സംഘടിപ്പിച്ചത് പാലാ ബ്ലഡ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ. വൈക്കം കായലോര ബീച്ചിൽ വൻ വികസന പദ്ധതി നടപ്പിലാക്കുമെന്ന് CK ആശ MLA. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 9 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി. MLAയുടെ നേതൃത്വത്തിൽ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടത്തി. വ്യാപാരി വ്യവസായി പൂഞ്ഞാർ യൂണിറ്റിനെതിരെ BJP തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റി ചിട്ടിത്തുക വ്യാപാരികൾക്ക് നൽകാതെ തട്ടിയെടുത്തതായി ആരോപണം. യൂണിറ്റ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ വിതരണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി AIYF. പശ്ചിമ കൊച്ചിയിൽ വാക്സിൻ വിതരണം നടക്കുന്നില്ലെന്ന് പരാതി. ആയിരങ്ങൾ വാക്സിൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നെന്നും പരാതി. എറണാകുളം ആമ്പല്ലൂരിൽ ടാങ്കർ ലോറി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. തിരുവനന്തപുരത്ത് നിന്ന് റിഫൈനറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. ആലുവ മൂന്നാർ രാജപാത യാത്രക്കാർക്കായി തുറന്നു നൽകണമെന്ന് BJP. റോഡ് നവീകരണം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. വിഷയത്തിൽ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്നും BJP കുട്ടമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി. ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടി മലയാറ്റൂർ നീലീശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിക്ക് ആദരം. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയാണ് പുരസ്കാരം നേടിയ അധ്യാപകനെ ആദരിച്ചത്. ചടങ്ങ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമത കൌൺസിലർ മേരി കലിസ്റ്റ പ്രകാശിന് LDF-നൊപ്പം ചേർന്നു. LDF-നിതോടെ കേവല ഭൂരിപക്ഷമായി. 74 അംഗ കൌൺസിലിൽ LDF 37, UDF 31, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. കോതമംഗലം പെരുമന്നൂരിൽ കരിങ്കല്ല് കയറ്റി വന്ന ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരുക്ക്. നിയന്ത്രണം വിട്ട് ലോറി വഴിയരികിലെ മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇലഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി ഇലഞ്ഞി ലയൺസ് ക്ലബ്. 8000 രൂപ വിലയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ വിതരണം ചെയ്തു. അനൂപ് ജേക്കബ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ബി ദ വാറിയർ ക്യാമ്പയിൻ എറണാകുളം ജില്ലയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. മൂവാറ്റുപുഴയിലെ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്. 845 ചതുരശ്ര മീറ്ററിൽ 2 നിലകളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. 2,95 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിലേ സത്യഗ്രഹ സമരം തുടങ്ങി. ഗുരുവായൂർ റോഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന സത്യഗ്രഹം DYFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. ഇരിങ്ങാലക്കുട സ്വദേശി ഷാഹുൽ, വളാഞ്ചേരി സ്വദേശി അജാസ് എന്നിവർ അറസ്റ്റിൽ. വാഹന പരിശോധനയ്ക്കിടെയാണ് 2 പേരും പിടിയിലായത്. ഇവരിൽ 8 ഗ്രാം MDMA പിടികൂടി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 1569 പേർക്ക് കോവിഡ്, 1037 പേർക്ക് സമ്പർക്ക രോഗബാധ, 2122 പേർക്ക് രോഗമുക്തി. TPR 19.29%. ശാസ്ത്രീയമായ ആസൂത്രണത്തിലൂടെ വീടുകളിലെ മാലിന്യവും പരിസരങ്ങളിലെ പാഴ്ചെടികളും വരുമാനമാർഗമാക്കാമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ക്ലീൻ കൊഴിഞ്ഞാമ്പാറ ജൈവവള നിർമ്മാണ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുമ്പിടി വായനശാല വിജയോത്സവം 2021 സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ പരിപാടിയിൽ അനുമോദിച്ചു. മലപ്പുറം എടക്കര മുപ്പിനിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്ന് വഴിക്കടവിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാരും ബസ് ജീവനക്കാരും നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വടക്കാങ്ങര 6ാം വാർഡിൽ ശുചീകരണ ദിനം ആചരിച്ചു. ശുചിത്വ വാർഡ്, ആരോഗ്യ വാർഡ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ. വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പട്ടാക്കൽ ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 2205 പേർക്ക് കോവിഡ്, 2169 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.24%. വനിതാ ലീഗ് ദേശീയ ട്രഷറർ ഖദീജ കുറ്റൂർ അന്തരിച്ചു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റിയുടെ സ്ഥാപക ട്രഷററായി 2018 വരെ പ്രവർത്തിച്ചു. വയനാട് ജില്ലയിൽ 494 പേർക്ക് കൂടി കോവിഡ്, 974 പേർക്ക് രോഗമുക്തി. TPR 18.14%.
തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭരണ വിതരണ സംവിധാനങ്ങളുടെ പ്രവൃത്തി പൂർത്തിയാക്കും. നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് കോവിഡ് ട്രയോജും പുതിയ അഡ്മിഷനും താത്കാലികമായി നിർത്തി. മാലൂർ പഞ്ചായത്തിലെ പൂവത്താറിൽ ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. ക്വാറി ഉടമയുടെ വാഹനങ്ങൾ പ്രദേശവാസികൾ തടഞ്ഞു. പാറ പൊട്ടിക്കാൻ അനുമതി നൽകിയ വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഷേധക്കാർ. കണ്ണൂർ പയ്യാമ്പലത്ത് നായയെ കത്തിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം പയ്യാമ്പലം KG മാരാർ സ്മൃതി കുടീരത്തിന് സമീപം. അന്വേഷണം വേണമെന്ന് BJP. കണ്ണൂർ മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. വൻ നാശനഷ്ടം. സ്വാമി സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കാസർഗോഡ് ജില്ലയിൽ 367 പേർക്ക് കൂടി കോവിഡ്. 531 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ളത് 4949 പേർ. വിനായക ചതുർത്ഥി പ്രമാണിച്ച് സെപ്റ്റംബർ 10 കാസർഗോഡ് ജില്ലയിൽ പ്രാദേശിക അവധി. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഉത്തരവ് പുറത്തിറക്കി. നേരത്തെ പ്രഖ്യാപിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. എന്റർടൈൻമെന്റ് ന്യൂസ്. എന്നാ താൻ കേസുകൊട് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് കോൾ ശ്രദ്ധേയമാകുന്നു. വ്യത്യസ്ത നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് പോസ്റ്ററിലുള്ളത്. കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമായി ചിത്രം സംവിധാനം ചെയ്യുന്നത് രതീഷ് ബാലകൃഷ്ണൻ. ടൊവിനോ ചിത്രം മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അജു വർഗീസ്, ബൈജു, ഹരിശ്രീ അശോകൻ, ഫെമിന ജോർജ് എന്നിവർ പ്രധാന വേഷത്തിൽ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് നിർമ്മാണം. പ്രേക്ഷകർ മിന്നൽ മുരളിയെ നെഞ്ചേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് ടൊവിനോ തോമസ്. ശ്രീജിത്ത് രവി നായകനായെത്തുന്ന ചിത്രം മറുത ഈ മാസം 9 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും. നവാഗതനായ സയ്യിദ് ജിഫ്രി സംവിധാനം ചെയ്ത ചിത്രം ഗ്ലോബൽ ഫിലിംസും ഹരിത ഫിലിംസ് മീഡിയയും ചേർന്ന് നിർമ്മിച്ചു. ഫാക്ട് ചെക്ക്. ഹരിയാനയിൽ കർഷക പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട കർഷകന്റെ രക്തക്കറ കഴുകിക്കളയുന്നുവെന്ന് വ്യാജ വാർത്ത. 2013 ശ്രീനഗറിൽ ഭീകരാക്രമണമുണ്ടായ സമയത്തെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ ED ചോദ്യം ചെയ്യൽ അവസാനിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള BJP നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് അഭിഷേക് ബാനർജി. ഇന്ത്യയിൽ ഇന്ന് 1 കോടിയിലധികം ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 11 ദിവസത്തിനിടെ പ്രതിദിന വാക്സിൻ വിതരണം 1 കോടി കവിയുന്നത് 3ാം തവണ. ഫ്രഞ്ച് ചലച്ചിത്ര താരം ജോൺ പോൾ ബെൽമോണ്ടോ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ബ്രെത്ത്ലെസ് എന്ന ഫ്രഞ്ച് നവതരംഗ സിനിമയിലൂടെ ശ്രദ്ധേയനായി. ഡൽഹിയിലെ 3 ലക്ഷത്തോളം സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2000 രൂപ വീതം നൽകാൻ തീരുമാനം. സീഡ് മണി പ്രോജക്ടിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. വാക്സിനേഷൻ വിപുലീകരിക്കാൻ ഒരുങ്ങിയ ഓസ്ട്രേലിയ ബ്രിട്ടനുമായി പുതിയ വാക്സിൻ കരാറിൽ ഒപ്പുവച്ചു. നടപടി രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ.